ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം. പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കൾ രംഗത്ത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ദേശീയ നേതാക്കൾ എത്തുന്നു. വരും വാരം പ്രചാരണത്തിന് ചൂടേറും. കാർഷിക സംസ്കാരത്തിന്റെ ഗതകാല സ്മരണകൾ ഉണർത്തി നാളെ വിഷു. കണിവയ്ക്കാനൊരുങ്ങി മലയാളികൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി അടക്കമുള്ളവർ. ഓസ്ട്രേലിയയിലെ ഷോപ്പിംഗ് മാളിൽ ആക്രമണം. 6 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് 5 ദിവസം മാത്രം ശേഷിക്കെ രാജ്യത്ത് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. തമിഴ്നാട്, പുതുച്ചേരി ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളാണ് ഈ മാസം 19-ന് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. NDAയ്ക്കു വേണ്ടി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും നിർമ്മല സീതാരാമനും ഇന്ന് തമിഴ്നാട്ടിൽ പര്യടനം നടത്തി. കന്യാകുമാരിയിൽ റോഡ് ഷോ നടത്തിയ അമിത്ഷാ തക്കലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസിന് വേണ്ടി പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉത്തരാഖണ്ഡിലെ രാംനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. BSP അധ്യക്ഷ മായാവതി ഇന്ന് ഹരിദ്വാറിൽ പ്രചാരണത്തിനെത്തി. RJD നേതാവ് തേജസ്വി യാദവ് പാർട്ടി പ്രകടന പത്രിക പട്നയിൽ പുറത്തിറക്കി. അതിനിടെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. 350 തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെയും കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കൾ കൂടി സജീവമാകുന്നതോടെ ഈ മാസം 26-ന് വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് പ്രചാരണം വേനൽ ചൂടിനെ വെല്ലും. വിശദാംശങ്ങളിലേക്ക്. NDA പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും തൃശൂരിൽ കുന്നംകുളത്തും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. NDA പ്രചരണത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യാഴാഴ്ച കേരളത്തിലെത്തുന്നുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. രാഹുൽ ഗാന്ധിക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ ഈ മാസം 20-നും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഈ മാസം 22-നും കേരളത്തിലെത്തും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വ്യാഴാഴ്ചയും എത്തും. LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റ് LDF നേതാക്കൾ തുടങ്ങിയവർ LDF പ്രചാരണത്തിൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിൽ പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി തിങ്കളാഴ്ച ആരംഭിക്കും. അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടം തിങ്കളാഴ്ച തുടങ്ങി ഏപ്രിൽ 19-ന് അവസാനിക്കും. അർഹരായ വോട്ടർമാരുടെ വീടുകളിൽ പ്രത്യേക പോളിംഗ് സംഘങ്ങളെത്തി വോട്ട് രേഖപ്പെടുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ 6 മുൻനിര ഗെയിമർമാരുമായി ഗെയിമിംഗ് മേഖലയുടെ പുരോഗതിയെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഗെയിമിംഗ് വ്യവസായത്തിന്റെ ഔപചാരികവൽക്കരണത്തെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി എല്ലാവർക്കും വളരാനുതകുന്ന സ്വതന്ത്രമായ അന്തരീക്ഷം ലഭ്യമാകണമെന്ന് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ഗെയിമിംഗ്, ഇലക്ട്രോണിക്, സ്പോർട്സ് വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള വഴികൾ സർക്കാർ പുനഃപരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള നാവികസേനാ പുരസ്കാരങ്ങൾ നാളെ സമ്മാനിക്കും. ഗോവയിൽ നടക്കുന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം പുരസ്കാര ജേതാക്കളുടെ കുടുംബാംഗങ്ങളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. മദ്യനയ കേസിൽ EDയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കെജ്രിവാളിന്റെ ഹർജി ഈ മാസം 9-ന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
നാളെ ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കും. മലയാളിയുടെ കാർഷിക സംസ്കൃതിയുടെയും പൈതൃകത്തിന്റെയും ഓർമ്മപ്പെടുത്തലും ആഘോഷവുമാണ് വിഷു. ആഘോഷവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവരും മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നു. വിഷുവിനോടനുബന്ധിച്ച് നാളെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനമുണ്ടാകും. ഗുരുവായൂരിൽ വിഷുവിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിഷുക്കണി ദർശനം നാളെ പുലർച്ചെ ആരംഭിക്കും. ശബരിമലയിൽ ഇന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ ഓട്ടുരുളിയിൽ വിഷുക്കണി ഒരുക്കും. വിഷുദിനമായ നാളെ പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. ഭക്തർക്ക് കൈനീട്ടം നൽകും. മേട വിഷു പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 18-ന് രാത്രി 10-ന് നടയടയ്ക്കും. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവാമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. ബുധനാഴ്ച വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്. ഈ മാസം 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ പ്രായോഗികമായ നടപടികളടങ്ങിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിക്കുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഉത്സവ പരിപാടികൾ ആചാരപരമായി നടത്തുകയും ആനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. മലയോര മേഖലയിൽ 1.5 വർഷമായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക സംസ്കൃതിയുടെ പൈതൃകം വിളിച്ചോതി വിളവെടുപ്പ് ആഘോഷങ്ങളിൽ രാജ്യം. വിവിധ സംസ്ഥാനങ്ങളിലായി വൈവിധ്യപൂർണ്ണമായ വിളവെടുപ്പ് ആഘോഷങ്ങളാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. ബൈശാഖി, വിഷു, ബിഷുബ്, ബെഹാവ് ബിഹു, പൊഹേല ബോയ്ശാഖ്, പുത്താണ്ട് എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് രാജ്യമെമ്പാടും വിളവെടുപ്പ് ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. ഓസ്ട്രേലിയയിൽ ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ ആക്രമണത്തിൽ 6ഓളം പേർ മരിച്ചു. ആക്രമണം നടത്തിയ ആളെ പോലീസ് വധിച്ചു. സിഡ്നിയിലെ വിശാലമായ ബോണ്ടി ജംഗ്ഷൻ മാൾ സമുച്ചയത്തിലായിരുന്നു സംഭവം. മാളിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയവരാണ് ആക്രമണത്തിനിരയായത്. ആക്രമണോദ്ദേശം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. സംഭവസ്ഥലത്ത് നിന്നും ആളുകളെ പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നു. കഴിഞ്ഞയാഴ്ച ഡമാസ്കസിൽ ഇറാൻ എംബസിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ കനത്ത ജാഗ്രതയിലാണ്. ഇന്ത്യ, ഫ്രാൻസ്, പോളണ്ട്, റഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർ ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ പഞ്ചാബിനെ ബാറ്റിംഗിന് അയച്ചു. 5 മത്സരങ്ങളിൽ നിന്നായി 8 പോയിന്റുകളോടെ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. ISL ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷയെ നേരിടുന്നു. ഈ മാസം 19 മുതൽ പ്ലേ ഓഫ് എലിമിനേറ്റർ പോരാട്ടം തുടങ്ങും. കേരളത്തിൽ താപനില ഉയർന്നു തന്നെ. ഇന്നു മുതൽ ഈ മാസം 17 വരെ 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി വരെയും ഉയർന്നേക്കും. കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാനിടയുണ്ട്. കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ അറസ്റ്റിലായ ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ പ്രധാന പ്രതികളെന്ന് സംശയിക്കുന്നവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. മാർച്ച് 1-ന് ബംഗളൂരുവിലെ കഫേയിൽ സ്ഫോടനം നടത്തിയെന്ന് സംശയിക്കുന്ന മുസാവിർ ഹുസൈൻ ഷാസിബ്, അബ്ദുൽ മത്തീൻ താഹ എന്നിവരെ കോടതി 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. രാജ്യത്തെ വാതക അധിഷ്ഠിത ഊർജ്ജ പ്ലാന്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വേനൽക്കാലത്തെ ഉയർന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിനാണ് തീരുമാനം. പരമാവധി വൈദ്യുതി ഉൽപ്പാദനം ഉറപ്പാക്കാൻ എല്ലാ ഗ്യാസ് അധിഷ്ഠിത ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗ്യാസ് അധിഷ്ഠിത ഉൽപ്പാദന സ്റ്റേഷനുകളുടെ ഒരു പ്രധാന ഭാഗം നിലവിൽ ഉപയോഗശൂന്യമാണെന്ന് വൈദ്യുതി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അടുത്ത മാസം 1 മുതൽ ജൂൺ 30 വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഈ ഉത്തരവിന് സാധുതയുണ്ട്. ഫിലിപ്പീൻസ്, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ കരാർ ദക്ഷിണ ചൈന കടലിനെയും ആ മേഖലയെയും മാറ്റിമറിക്കുമെന്ന് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ. പ്രഥമ ഫിലിപ്പീൻസ് US ജപ്പാൻ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ ഭാഗമായി US പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം. പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കൾ രംഗത്ത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ദേശീയ നേതാക്കൾ എത്തുന്നു. വരും വാരം പ്രചാരണത്തിന് ചൂടേറും. കാർഷിക സംസ്കാരത്തിന്റെ ഗതകാല സ്മരണകളുണർത്തി നാളെ വിഷു. കണി ഒരുക്കാനൊരുങ്ങി മലയാളികൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി അടക്കമുള്ളവർ. ഓസ്ട്രേലിയയിലെ ഷോപ്പിംഗ് മാളിൽ ആക്രമണം, 6 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷയുമായി ഏറ്റുമുട്ടുന്നു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.